ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ ദൈവത്തെ ആരാധിപ്പാൻ സർവശക്തനായ ദൈവം വീണ്ടും ഭവനത്തിൽ നൽകി തന്ന ഈ നല്ല കൂട്ടായ്മയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിന്റെ 7-8 വാക്യങ്ങൾ. വെളിപ്പാട് പുസ്തകം, ബുക്ക് ഓഫ് റെവലേഷൻ ചാപ്റ്റർ 3 verse 7 and 8. ഫിലദൽഫിയയിലെ സഭയുടെ ദൂതന് എഴുതുക, വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനും ആയി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ അരുളി ചെയ്യുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ഇന്ന് സമയം മുൻപോട്ട് പോയി എന്നെനിക്കറിയാം. എന്നാൽ ഈ വചനത്തിലൂടെ കഴിഞ്ഞ രാത്രിയിൽ ദൈവം എന്നോട് ഇടപെട്ട ചില കാര്യങ്ങൾ ദൈവസന്നിധിയിൽ ഓർപ്പിക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. എനിക്കറിയാം നിശ്ചയമായിട്ടും പ്രതീക്ഷിച്ചെന്ന് രാവിലെ ചിലർ ഇവിടെ വന്നിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള ദൈവത്തിൻ്റെ ആലോചന ദൈവം നൽകുകയാണ്. തുറന്നിട്ടിരിക്കുന്ന ഒരു വാതിൽ ദൈവം നമുക്കായി ക്രമീകരിച്ചു വെച്ചിരിക്കുന്നു. A door that is already opened for us. ദൈവം അവിടെ ഫിലദൽഫിയയുടെ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ ദൈവത്തെ തന്നെ ദൈവം പരിചയപ്പെടുത്തുകയാണ്. ഇൻട്രൊഡ്യൂസിങ് himself to the church. ആരാണ്? വിശുദ്ധൻ, സത്യവാൻ, ദാവീദിന്റെ താക്കോലുള്ളവൻ അരുളി ചെയ്യുന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. അധികാരത്തിന്റെ താക്കോലുള്ളവനാണ് ഇന്ന് രാവിലെ അരുളി ചെയ്യുന്നത്. ദാവീദിന്റെ താക്കോലിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, പ്രൈസ് ഗോഡ്, ഒരു വലിയ ട്രഷറിയുടെ അധികാരം കയ്യിലുണ്ടായിരുന്നവൻ, ഒരു രാഷ്ട്രത്തിന്റെ അധികാരം കയ്യിലുണ്ടായിരുന്നവൻ, സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഒരു കൊട്ടാരത്തിന്റെ താക്കോൽ, the key of a palace was in his hand, the key of a treasury was in his hand, the key of a nation was in his hand. He is a man with authority. അധികാരമാണ് ആ താക്കോലിനെ കാണിക്കുന്നത്. ഇവിടെ സകലത്തിന്റെയും അധികാരമുള്ളവൻ, പ്രൈസ് ഗോഡ്, അരുളി ചെയ്യുന്നത് എന്താണ്? പ്രൈസ് ഗോഡ്, എനിക്ക് ഒരു കാര്യം ചെയ്യുവാൻ കഴിയും. ഞാനൊരു വാതിൽ തുറന്നാൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. ഞാനൊരു വാതിൽ അടച്ചാൽ അതാർക്കും തുറക്കുവാൻ കഴിയുകയില്ല. അധികാരമുള്ളവൻ ഇന്ന് രാവിലെ, പ്രൈസ് ഗോഡ്, അടയ്ക്കും എന്നല്ല പറയുന്നത്. ഇവിടെ പറയുന്നത്, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്ന് വെച്ചിരിക്കുന്നു. തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ള അധികാരമുള്ളവൻ പറയുകയാണ്, ഞാൻ അടയ്ക്കും എന്നല്ല, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുന്നു. പ്രൈസ് ഗോഡ്. നമ്മുടെ മേൽ അധികാരമുള്ളവൻ, the one who has authority on our life, the one who has authority on our destiny, നമ്മുടെ ഭാവിയുടെ മേൽ അധികാരമുള്ളവൻ, the one who has authority on our tomorrow, നമ്മുടെ നാളെയുടെ മേൽ അധികാരമുള്ളവൻ, the one who has authority on our generation, നമ്മുടെ തലമുറയുടെ മേൽ അധികാരമുള്ളവൻ, the one who has authority on our family, നമ്മുടെ കുടുംബത്തിന്റെ മേൽ അധികാരമുള്ളവൻ ഇന്ന് രാവിലെ വചനത്തിലൂടെ ആത്മാവിനാൽ അരുളി ചെയ്തിരിക്കുകയാണ്. I have already opened the door for you. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വെച്ചിരിക്കുകയാണ്. It is not based on how much power you are in. നിനക്ക് എത്രമാത്രം ശക്തി ഉണ്ടെന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല. I know that you have only little strength. നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എന്ന് എനിക്കറിയാം. I know you haven't come to the level
Praise God. ഇന്ന് രാവിലെ വ്യക്തമായി നാം ഗ്രഹിക്കണം. നമ്മുടെ ശ്രേഷ്ഠതയിന്മേലല്ല ദൈവം പ്രവർത്തിക്കുന്നത്. നാം ആരെന്നറിയുന്നവനാണ്. ഇന്ന് രാവിലെ വിളിച്ചു പറയുന്നത്, നിനക്ക് അല്പമേ ഉള്ളുവെങ്കിലും, even though only you have only little, yet I have made the door open for you. എങ്കിലും ഞാൻ നിനക്ക്, praise God, വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. Based on one thing, ഒറ്റ കാര്യത്തിന്മേൽ, you trust me, my word. എന്റെ വചനത്തെ നീ കാക്കുന്നത് കൊണ്ട്. വചനം ആരാണ്? സാക്ഷാൽ ക്രിസ്തു. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ വചനം ചെണ്ടമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തെങ്കിൽ, ആ കൃപ നിറഞ്ഞവൻ, ആ സത്യവാൻ, ആ വിശുദ്ധവാൻ, ആ ദാവീദിന്റെ താക്കോൽ ഉള്ളവൻ വിളിച്ചു പറയുന്നു, നിന്റെ ശക്തിയുടെ അടിസ്ഥാനത്തിലല്ല, നീ വിശ്വസിക്കുന്ന വചനത്തെ അനുസരിച്ചുകൊണ്ട് ഇന്ന് രാവിലെ നിനക്ക് വേണ്ടി ഒരു വാതിൽ ഞാൻ തുറന്നു വെച്ചിരിക്കുകയാണ്. Never doubt the word of God. ദൈവവചനത്തെ നീ ഒരിക്കലും അവിശ്വസിക്കരുത്. നീ ദൈവവചനത്തെ വിശ്വസിച്ചാൽ God is already open. Praise God. Praise God. നിനക്ക് വേണ്ടി വാതിൽ തുറക്കുന്നു. എന്താണ് ഈ വാതിൽ? Opening something new. ഒരു വാതിൽ തുറക്കുക എന്ന് പറയുന്നത് പുതിയതൊന്നിലേക്ക് നിന്നെ നടത്തുകയാണ്. നിനക്കറിയാത്ത ഒന്നിലേക്ക്, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒന്നിലേക്ക്, നീ ഇതുവരെ കണക്ക് കൂട്ടിയില്ലാത്ത ഒന്നിലേക്ക്. That which you haven't imagined, that which you haven't calculated, that which you haven't scheduled, you are going to enter into a new avenue. ഒരു പുത്തൻ അനുഭവത്തിലേക്ക്. Praise God. When you enter into that room that God opens for you, it is a place of protection. അത് സംരക്ഷണത്തിന്റെ മുറിയിലേക്ക് ഉള്ള ഒരു വാതിലാണ് അവൻ നിനക്ക് വേണ്ടി തുറക്കാൻ പോകുന്നത്. Praise God. നീ അതിനകത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നത് ഒന്ന്, ഒരു ദൈവിക പരിപാലനം, സംരക്ഷണം. എത്ര പേര് രാവിലെ വിശ്വസിക്കുന്നുണ്ട്? Praise God. അത്യുന്നതന്റെ മറവിൽ, സർവശക്തന്റെ നിഴലിൻ കീഴിൽ. Praise God. ഇന്നലെ രാത്രി ദൈവസന്നിധിയിൽ ഞാൻ ധ്യാനിച്ചപ്പോൾ ദൈവം നൽകി തന്ന ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഓർപ്പിക്കുന്നത്. Praise God. A place of protection. I speak protection over the people of God. ഞാൻ ദൈവജനത്തിന്റെ മേൽ ഒരു ദൈവിക സംരക്ഷണം ഇന്ന് രാവിലെ പ്രഖ്യാപിക്കുകയാണ്. ദൈവവചനം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവവചനം സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ദൈവവചനം പ്രമാണിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നിനക്കൊരു വാതിൽ അവൻ തുറന്നു വച്ചിരിക്കുകയാണ്. അത് സംരക്ഷണത്തിന്റെ മുറിയിലേക്ക് നീ പ്രവേശിക്കുന്ന ഒരു പുത്തൻ വാതിൽ. Praise God. A room of protection. അത് വിശദീകരിക്കാൻ രാവിലെ എനിക്ക് സമയമില്ല. Praise God. It is a door to a privacy with Him. നീയും അവനുമായി മാത്രം സമയം പങ്കിടുന്ന ഒരു സെക്ലൂഡഡ് മുറിയിലേക്ക് നിനക്കൊരു വാതിൽ തുറക്കുകയാണ്. എത്ര പേരത് ആഗ്രഹിക്കുന്നുണ്ട്? Praise God. ഞാനും എൻ്റെ ദൈവവുമായിട്ട് മാത്രം. This room that is opening for you is for you and God to be alone with. Glory Jesus. അവിടെ ചിലതൊക്കെ നടക്കും, അവിടെ ചിലതൊക്കെ പ്രാപിക്കുവാൻ കഴിയും. വേറെ ആരുമില്ല, നീയും ദൈവവുമായിട്ട് മാത്രം. You and God alone is going to be in that room. That door is already open for you. When you enter into that room, there is something that God will do with you.
നിന്നോട് ഒരുമിച്ച് നിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നവൻ, നിന്റെ താല്പര്യങ്ങളെ അറിയുന്നവൻ, നിന്റെ അനുഭവങ്ങളെ അറിയുന്നവൻ, നിന്റെ ഹല്ലേലൂയ കുടുംബത്തെ അറിയുന്നവൻ, നിന്റെ വിചാരങ്ങളെ നിലവുകളെ അറിയുന്നവൻ ആ മുറിക്കുള്ളിലേക്ക് ഇറങ്ങി വരുമ്പോൾ ഹല്ലേലൂയ അവന്റെ സാന്നിധ്യത്തിൽ നീയും അവനുമായി ഏകരായിരിക്കുമ്പോൾ ദൈവം ചില പ്രവർത്തികൾ തികച്ചെടുക്കും. ഇന്ന് രാവിലെ വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഇത് അധികാരമുള്ളവൻ വിളിച്ചു പറയുകയാണ്, ഞാൻ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ ആ വാതിൽ ഹല്ലേലൂയ നീയും ദൈവവുമായി മാത്രം ഇരിക്കുവാനുള്ള ഒരു മുറിയിലേക്ക് നിന്നെ കയറ്റുന്ന ഒരു വാതിലാണ്. അവിടെ ചെല്ലുമ്പോൾ it is limitless what God can do for you. Praise God. എത്ര പേർക്ക് ദൂത് മനസ്സിലാകുന്നുണ്ട് രാവിലെ? അവിടെ കയറി ചെല്ലുമ്പോൾ ദൈവം നിനക്ക് വേണ്ടി ചെയ്യാൻ ഉള്ളത്, ചെയ്യാൻ പോകുന്നതിന് അളവില്ല. അതാർക്കും നിശ്ചയിക്കുവാൻ സാധ്യമല്ല. അതാർക്കും പരിധിയിടുവാൻ പറ്റുന്നതല്ല. അതാർക്കും അല്ലെങ്കിൽ പ്രവചിച്ചു പറയുവാൻ പറ്റുന്നതല്ല. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യത്തിലേക്ക് നീ കയറി ചെല്ലുമ്പോൾ, ദൈവത്തിന്റെ കരം നിന്റെ മേൽ നീട്ടുമ്പോൾ, ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, ദൈവത്തിന്റെ കൃപ നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, ആ മുറിക്കകത്ത് ദൈവത്തിന്റെ തേജസ് ഇറങ്ങി വരുമ്പോൾ, നീയും അവനും മാത്രമായിരിക്കുമ്പോൾ ചില പ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ ദൈവം ചെയ്തെടുക്കാൻ പോകുകയാണ്. ഇന്ന് രാവിലെ ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്, നീയും ദൈവവും മാത്രമായിരിക്കുമ്പോൾ ദൈവം ചില പ്രവർത്തികൾ നിന്നിലും നിന്റെ കുടുംബത്തിലും ദൈവസഭയിലും ദൈവം ചെയ്യുവാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇതാ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. നിനക്ക് കയറുവാൻ, നീയും അവനുമായി ഒരുമിച്ചിരിക്കുവാൻ. ചിലരവ ദൈവത്തിൽ വിലപിട്ടുകൊണ്ടിരിക്കുകയാണ്. നാളുകളായിട്ടുള്ള നിന്റെ വിഷയത്തിന്റെ മേൽ, നീ ആഗ്രഹിക്കുന്ന അനുഭവങ്ങളുടെ മേൽ, നീ കാത്തിരിക്കുന്ന വിഷയങ്ങളുടെ മേൽ ദൈവം നേരിട്ട് നിന്നോട് ഇടപെടുവാൻ, ദൈവം നേരിട്ട് നിന്നോട് പ്രവർത്തിക്കുവാൻ നീ ആ മുറിയിലേക്ക് നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. That door is already opened, and as you walk into that door, as you walk into that room, there is something special that you are going to experience. Praise God. And then I heard this word. There is going to be mystery in that room. അതിനകത്ത് മാർമികമായി ചിലതുണ്ടായിരിക്കും. നീ കരയുവാൻ പോകുന്ന ഈ മുറിക്കുള്ളിൽ നിനക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ഈ വാതിലിലൂടെ വചനത്തെ പ്രമാണിക്കുന്ന, നിനക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്ന ഈ വാതിലിലൂടെ നീ അകത്തോട്ട് കയറി ചെല്ലുമ്പോൾ ഹല്ലേലൂയ, നീ ഇതുവരെ കണ്ടിട്ടില്ലാത്ത മാർമികമായ ചില വെളിപ്പാടുകൾ ദൈവം നിനക്ക് തരുവാൻ പോകുകയാണ്. മാർമികമായിരിക്കുന്ന ചില അനുഭവങ്ങൾ നീ കാണുവാൻ പോകുകയാണ്. മാർമികമായിരിക്കുന്ന ചില നന്മകളെ നീ ഏറ്റെടുക്കുവാൻ പോകുകയാണ്. The mystery that God has kept in that room, you are going to experience as you enter into the room that God has opened the door. ഇന്ന് രാവിലെ വളരെ ആധികാരികമായി ദൈവത്തിന്റെ ആത്മാവ് നൽകിയ ദൂത് ഞാൻ പ്രഖ്യാപിക്കുകയാണ്. This door is a mysterious door. ഇതൊരു മാർമികമായ praise God entrance ആണ് നിനക്ക് തരാൻ പോകുന്നത്. Hallelujah. Never seen anything like this. നിന്റെ ജീവിതത്തിൽ ഇതുവരെ ഇങ്ങനെ ഒന്നും നീ അനുഭവിച്ചിട്ടുണ്ടാവില്ല, നീ കണ്ടിട്ടുണ്ടാവില്ല. Praise God. അതിനുവേണ്ടി വചനം പ്രമാണിക്കുന്ന നിനക്ക് വേണ്ടി ഇതാ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. These days you are going to enter into that door. Get ready, get prepared to enter into that door. ആ വാതിലിൽ കയറുവാൻ, ആ മുറിക്കുള്ളിൽ കയറുവാൻ ഇന്ന് രാവിലെ ദൈവജനം തയ്യാറാകട്ടെ, ദൈവജനം ഒരുക്കപ്പെടട്ടെ. Beyond your imagination, there is a mystery in that room.
കൃപ 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 കൃപ. വിശ്വസിക്കുന്ന ദൈവജനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത് അരുളി ചെയ്യുന്നതാണ് സത്യവാനവൻ, വിശുദ്ധനായവൻ, താക്കോലുള്ളവൻ, അധികാരമുള്ളവൻ, മരണത്തിന്മേൽ ജയമെടുത്തവൻ, സകലത്തെയും ജയിച്ചവൻ, സാത്താനെ കാൽക്കീഴാക്കിയവൻ, കാൽവറി ക്രൂശിൽ അവനെ പരസ്യഫലമാക്കിയവൻ. ഹല്ലേലൂയ. ഇന്ന് രാവിലെ അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിനക്കൊരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. നീ അതിലൂടെ കടക്കുമ്പോൾ അത് സംരക്ഷണത്തിന്റെ വാതിൽ, അത് ഹല്ലേലൂയ ഹല്ലേലൂയ മിസ്റ്ററിയുടെ വാതിൽ, അത് മാർമികമായിരിക്കുന്ന മുറി. Very clearly I heard that voice. അതുകൊണ്ടാണ് ഇത് വളരെ ആധികാരികമായി ഇന്ന് രാവിലെ ഞാൻ പറയുന്നത്. ഒരു മാർമികമായിരിക്കുന്ന അനുഭവത്തിലേക്ക് എത്ര പേർക്ക് അത് ഉള്ളിൽ ഗ്രഹിച്ചു ഇന്ന് രാവിലെ? How many of you believe that God is speaking to you directly? This is exactly what I was waiting for. ഇതിനു വേണ്ടിയായിരുന്നു ഞാൻ കാത്തിരുന്നത്. ഇന്ന് രാവിലെ ഇതിനു വേണ്ടിയാ ഞാൻ ദൈവസന്നിധിയിൽ വന്നതെന്ന് എത്ര പേർക്ക് അകത്ത് ബോധ്യമുണ്ടോ? അവരോടാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. ഇതാ നിനക്ക് വേണ്ടി ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അത് ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. Nobody can shut the door. ഇന്ന് രാവിലെ വിശ്വസിക്കുക, ദൈവവചനം വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, if it is open, it is open for you. No power in this world will shut the door, because the one who has authority already opened it. Praise God. Praise God. Praise God. Hallelujah. This door is going to be a door of opportunity. അവസരത്തിന്റെ ഒരു വാതിൽ, ഒരു പുത്തൻ അവസരത്തിന്റെ വാതിൽ. ഇതിനകത്തേക്ക് നീ കാലുകുത്തുമ്പോൾ a new opportunity will open for you. നീ ദൈവം തുറന്നിട്ടിരിക്കുന്ന ഈ വാതിലിലേക്ക് ദൈവവുമായിട്ട് ഹല്ലേലൂയ ഒറ്റയ്ക്ക് സമയം ചെലവഴിക്കുന്ന ഈ വാതിലിലേക്ക്, തുറന്നിട്ടിരിക്കുന്ന വാതിലിലേക്ക് കയറി ചെല്ലുമ്പോൾ അവസരത്തിന്റെ ഒരു പുത്തൻ വാതിൽ. പ്രൈസ് ഗോഡ്. അവസരത്തിന്റെ വാതിലേക്ക് കയറുന്നത്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ you don't need to look for opportunity. Opportunity is there. നീ അവസരത്തിന് വേണ്ടി നോക്കുകയല്ല, അവസരം അവിടെയുണ്ട്. പ്രൈസ് ഗോഡ്. സമയം പോകുന്നു, ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കട്ടെ. ഇതൊക്കെ വിശദീകരിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്, പക്ഷെ സമയമില്ലല്ലോ. പ്രൈസ് ഗോഡ്. ഈ അവസരം എന്താ? This is a door of expansion. ഇത് വിശാലതയുടെ ഒരു വാതിലാണ്. ഞാൻ ഞെരുക്കത്തിൽ വിളിച്ചപേക്ഷിച്ചു, അവരെനിക്ക് ഉത്തരമരളി. അടുത്ത വാക്യം, അവരെന്നെ വിശാല സ്ഥലത്താക്കി. ഈ തുറന്നിട്ടിരിക്കുന്ന വാതിൽ നിനക്കൊരു വിശാലത, നിന്റെ ഞെരുക്കം മാറുന്ന ഒരു വിശാലത. നിന്റെ ഏത് വിഷയത്തിലാണോ നിന്നെ ഞെരുക്കുന്നത്, പ്രൈസ് ഗോഡ്, ആ ഞെരുക്കം മാറി ആ വിഷയത്തിന്മേൽ ഒരു വിശാലത. An expansion on the subject that is just causing you to be in difficulty. വേദനയിലാകുവാൻ, പ്രയാസത്തിലാകുവാൻ, പ്രൈസ് ഗോഡ്, നിന്നെ തന്നെ ഒതുക്കുവാൻ തക്കവണ്ണം ശത്രു കൊണ്ടുവരുന്ന ആ വിഷയമുണ്ടല്ലോ, അതിന്മേൽ ദൈവം ഒരു വിശാലത തരുവാൻ പോവുകയാണ്. ഇന്ന് രാവിലെ വിശ്വസിച്ചാൽ ഈ വാതിൽ നിനക്കുള്ളതാ. നിന്റെ ജീവിതത്തിൽ നാളുകളായി, ദിവസങ്ങളായി, ആഴ്ചകളായി നീ കാത്തിരിക്കുന്ന ഹല്ലേലൂയ നിന്നെ ഞെരുക്കുന്ന ഹല്ലേലൂയ വിഷയമുണ്ടെങ്കിൽ ആ വിഷയത്തിൽ ഇന്ന് രാവിലെ ഈ വാതിലിലൂടെ കടക്കുമ്പോൾ ഒരു വിശാലത ഈ മുറിക്കകത്ത് ദൈവം വെച്ചിരിക്കുകയാണ്. There is an expansion that is there. Praise God. അതിന്റെ ഹല്ലേലൂയ എല്ലാ കാര്യങ്ങളും എനിക്ക് വിവരിക്കുവാൻ സമയമില്ല. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ ഞാൻ അതുകൊണ്ട് അവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതൊന്നും വിവരിക്കുവാൻ ഞാൻ സമയമെടുക്കുന്നില്ല. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ ഹൃദയങ്ങളിൽ അത് പ്രവർത്തിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിന്റെ പ്രൈസ് ഗോഡ് വിശകലനം വീണ്ടും തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന, നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന ഈ വാതിൽ ഹല്ലേലൂയ അധികാരമുള്ളവൻ തുറന്നിട്ടിരിക്കുന്നു. ഇനി അത് ആർക്കും അടയ്ക്കുവാൻ കഴിയുകയില്ല. അത് നിന്റെ ശ്രേഷ്ഠത നിമിത്തമല്ല, നിന്നെ അറിഞ്ഞുകൊണ്ട്, നിനക്ക് അല്പമേ ശക്തി ഉള്ളൂ എന്നറിയാം, നിന്റെ എബിലിറ്റി അറിയാം, നിന്റെ കണ്ടീഷൻ
അറിയാം, നിന്റെ അനുഭവം അറിയാം. He knows exactly where you are and what you are and who you are and what is happening in your life. But yet he says, knowing that even though there is only little ability that you have, yet I am opening this door. It is already open because still you believe in my word. എങ്കിലും നീ എന്റെ വചനത്തെ വിശ്വസിക്കുന്നത് കൊണ്ട്, എന്റെ വചനത്തെ കാക്കുന്നത് കൊണ്ട്, എല്ലാം പ്രതികൂലമാണെങ്കിലും എന്റെ വചനത്തെ നീ തള്ളിക്കളയാത്തത് കൊണ്ട്, ഈ തുറന്നിരിക്കുന്ന വാതിലിലൂടെ, ഈ സംരക്ഷണത്തിന്റെ വാതിലിലൂടെ, ഈ അനുഗ്രഹത്തിന്റെ വാതിലിലൂടെ, ഈ മാർമികമായ വാതിലിലൂടെ, വിശാലതയുടെ വാതിലിലൂടെ, അവസരത്തിന്റെ വാതിലിലൂടെ ദൈവം നിന്നെ നടത്തുവാൻ പോകുന്ന ദിനങ്ങളെന്ന് ഇന്ന് രാവിലെ വിശ്വസിക്കും. ഐ ബിലീവ് ഇറ്റ്. ഞാനത് വിശ്വസിച്ച് എനിക്ക് വേണ്ടി മാത്രമല്ല, എന്റെ സഭയാ കുടുംബത്തിന് വേണ്ടി ഞാൻ ഏറ്റെടുക്കുകയാണ്. ഐ റിസീവ് ഇറ്റ് for the body of Christ in the name of Jesus, the one who is in authority, the one who has opened the door. I believe it and I claim it, and my people, my sheep will walk into that door. ആ വാതിലിലൂടെ ഈ ദിവസങ്ങളിൽ എന്റെ ജനം കടന്നു പോകുവാൻ പോകുകയാണ്. അത് ഈ പറയപ്പെട്ടതെല്ലാം അവരുടെ ജീവിതത്തിൽ അനുഭവിക്കും. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്വർഗ്ഗസ്ഥ പിതാവേ, നന്ദിയോടെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലം തിരുസന്നിധിയിൽ അടുത്തു വന്ന് അങ്ങയുടെ വചനം കേൾക്കുവാൻ അങ്ങ് കൃപ തന്നതിനായി സ്തോത്രം. അധികാരമുള്ളവൻ, സകലത്തിന്മേലും അധികാരമുള്ളവൻ, ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുന്ന വാതിലുകൾക്കായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ആ വാതിലിലൂടെ ഞങ്ങൾ കടന്നു ചെല്ലുമ്പോൾ നീയുമായിട്ടുള്ള ബന്ധത്തിൽ കർത്താവേ ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഉന്നതവും ശ്രേഷ്ഠവുമായിരിക്കാൻ സ്തോത്രം. അതൊന്നൊന്നായി ഏറ്റെടുക്കുവാൻ ഈ ദിവസങ്ങളിൽ കൃപ പകരുമാറാകണമേ. നിന്റെ ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മഹത്വം അങ്ങെടുക്കണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്ന കേൾക്കണം സ്വർഗ്ഗസ്ഥ പിതാവേ.